നിനക്ക് പിന്നെ ഇഷ്ടമാണോ? അവനെ കൂടെ ജീവിക്കാനാണോ നിനക്കിഷ്ടം? നീ അവനെ നോക്കൊന്നും വേണ്ട, ഇവിടെ നിന്റെ ഇഷ്ടം വലുത്. ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇയാൾ എന്തെങ്കിലും ചെയ്യായിരിക്കും. എന്തെന്നെയായാലും എനിക്ക് ഇയാൾ ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇയാളുടെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. ഈ കാരണം കൊണ്ട് നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇയാൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെയും കിട്ടില്ല, ഞാനും ചാവും. ഇത് നിന്റെ ഐഡിയ ആയി പോയി. നമുക്കൊരാളോട് ജെന്യൂനായിട്ട് സ്നേഹം ഉണ്ടെങ്കിലേ അയാൾക്ക് വിഷമமான കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങളിപ്പോൾ അവളോട് ചെയ്ത കാര്യങ്ങൾ അവൾക്ക് എന്തോരം വിഷമമായിട്ടുണ്ടാവും. ഈ സ്നേഹം എന്ന് പറഞ്ഞ സാധനമല്ലേ ഒരിക്കലും പിടിച്ച് വാങ്ങാൻ നോക്കരുത് ബ്രോ. എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കും. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണച്ചിമിൽ കണ്ടീല. താനിത് എവിടെയത്? ഇത്ര നല്ലൊരു പാട്ട് പാടിയിട്ട് ഒന്നും പറയണില്ല. ഒരു വാവ് നന്നായിട്ടുണ്ട്, ഒന്നും പറയാത്തെന്താ? നീ ഒന്നും മിണ്ടാണ്. നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടിയാവണം. എനിക്ക് അവൻ്റെ മുഖം ഓർമ്മ വരണ. ആരുടെ? എൻ്റെ പൊന്നാര അളിയനും അളിയൻ്റെ കൂട്ടുകാരൻ കൊണ്ടേയും. താനിതുവരെ വിട്ടില്ലേ? ഇവളോ ഭയമാ വയറ് നിറച്ച് പേടിയാണല്ലേ. എടോ, പ്രേമിക്കാൻ എന്താ വേണ്ടെന്നറിയോ? ഞാനൊക്കെ എന്ത് വെച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയെന്നറിയോ? എനിക്ക് മനസ്സിലായി, പൈസ അല്ലേ? ധൈര്യം. ഓ, അത് നിന്നെ നമിച്ച എൻ്റെ പൊന്ന് പാതിരേ. നീ ആ സമയത്ത് അയാളെ പേടിച്ച് എന്നെ അങ്ങനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിലേ എൻ്റെ പണിക്കുറ്റം തീർന്നാനാ. എൻ്റെ ചേട്ടൻ എന്നിട്ട് പറഞ്ഞെന്നറിയോ? എന്നിട്ടോ? എന്നോട് ചോദിക്കുമ്പോൾ തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്പോട്ടിൽ തീർക്കുന്നു. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞേ? തന്നെ ഇഷ്ടമാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്ക് എൻ്റെ ഇഷ്ടം മനസ്സിലാവണില്ല. അതെനിക്ക് മനസ്സിലായി. അത് അയാളത് കേട്ടിട്ട് എന്നെ വിളിച്ച് തട്ടും. അപ്പം നമുക്ക് ഫ്രീ ആയല്ലോ, പിന്നെ ആരാളെ കെട്ടാലോ. പെൺബുദ്ധി പിൻബുദ്ധി എന്നെ സ്റ്റോ. അങ്ങനെ ഞാൻ വേറെ കെട്ടോ ഷുഡി? അതെ, എനിക്ക് വേറെ കെട്ടണമെന്നുണ്ടെങ്കിലേ തന്നെ കൊല്ലാൻ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് സിമ്പിളായിട്ട് തന്നെ തേച്ചാൽ മതി. ഞാനങ്ങനെ മരിച്ചു കഴിഞ്ഞാലേ നീ എന്നെ ആലോചിച്ചിരിക്കണ്ട. നീ വേറെ കെട്ടിപ്പോക്കോട്ടെ. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ലൈഫൊന്നും ഇല്ല. അതൊക്കെ ഞാൻ ആലോചിച്ചോളാം. ഞാനെങ്ങാനും മരിച്ചാ താൻ കിട്ടുമോ വേറെ? കെട്ടണോ? കെട്ടണം കെട്ടാം. ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് നല്ല ജീവിതം കിട്ടുകയാണെങ്കിൽ അതല്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവർത്തി അല്ലേ? അല്ല.